ഇതുപോലെ ഒരു ഓണത്തിന് ഞങ്ങൾ വരാപ്പുഴയിൽ ഒരു പ്രോഗ്രാമിന് പോയി. വരാപ്പുഴ പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വരാപ്പുഴ കമ്മിറ്റിക്കാർ പറഞ്ഞ് ഞങ്ങൾ നേരത്തെ നിന്നു, അപ്പോൾ ഓണക്കളി ഉണ്ട്, അതിന് ശേഷമാണ് നിങ്ങളുടെ പരിപാടി. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 8 മണിക്കാണ് ഓണക്കളി വെച്ചത്. 8 കഴിഞ്ഞ് 9 കഴിഞ്ഞു 10 മണിയായിട്ടും ഓണക്കളിക്കാർ എത്തിയിട്ടില്ല. അപ്പോൾ അവർക്ക് എന്തോ അന്ന് ഫോണൊന്നുമില്ലല്ലോ, അവർക്ക് വേറെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ വരാപ്പുഴ, പറവൂര്, കൊടുങ്ങല്ലൂർ ഈ ഒരു ഭാഗങ്ങളാണ് ഓണക്കളി ഉള്ളത്. അതെ അതെ അല്ല, അത് ഓണം ആകുമ്പോഴേക്കും ഈ ഓണക്കളി സംഘങ്ങളെല്ലാം സജീവമാവും. ഒരു ദിവസമൊക്കെ 3 പ്രോഗ്രാം 3-4 പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. ഈ ചവിട്ടി കുഴുക്കി ഒരുങ്ങ കൈകൊട്ടിക്കളി എന്ന് പറയുന്നത്. കൈകൊട്ടിക്കളി. അപ്പോൾ 10 മണിയായപ്പോൾ ഞങ്ങൾ രാധാകൃഷ്ണൻ്റെ ഒരു കസിൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്, ഭക്ഷണമൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്ത് ഇവർ വന്ന് പോയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ്റെ ബന്ധു എന്ന് പറഞ്ഞ് ഓണക്കളിക്കാർ വന്നിട്ടുണ്ട്. എനിക്ക് കണ്ടെടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്ത് മാപ്പ് പറയണവർ, വെറും മാപ്പല്ല, കൈകൊട്ടിക്കളി കൂടെ തന്നെ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കൈകൊട്ടിക്കളി കൂടെ അതൊന്നും കാണണമല്ല എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ റൗണ്ടിൽ ഇവരെല്ലാവരും നിൽപ്പുണ്ട്. നടുക്ക് ആശാൻ നിൽപ്പുണ്ട്. ആശാൻ അവിടെ നിന്നിട്ട് മാപ്പുതാരണമെന്നീ സഭക്ക് തകതൈതൈ, ഇന്നു ഞങ്ങൾക്ക് ഡബിളായിരുന്നു, വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറുമായി. അപ്പൊ കോർസ് മാപ്പുതാരണമെന്നീ സദസ്സിൽ തകതൈതൈ. ഇങ്ങനെ വന്ന വിവരങ്ങൾ മൊത്തം പറഞ്ഞിട്ട് ഇവരുടെ മാപ്പ് പറച്ചിലാണ്. കണ്ടപ്പോൾ അതിന് നോട്ടുമാല കൊടുക്കണം. അപ്പം തന്നെ ഞങ്ങൾ അതോടെ വീണുപോയി. ഈ സാധനം ഞാൻ സിനിമ എന്ന് പറഞ്ഞ നമ്മുടെ സിദ്ദിഖ് സാറില്ലേ, നമ്മുടെ മരിച്ചുപോയ സാറ് ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ട് മഴവിൽ മനോരമയിൽ. അപ്പോൾ അതിനകത്ത് ഞങ്ങളൊരു ഓണപ്പരിപാടി ചെയ്തപ്പോൾ ഞാനൊരു കൈകൊട്ടിക്കളി ആശാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ശരിക്കിത് സത്യത്തിൽ നടന്ന സംഭവമാണ്. ഈ കൈകൊട്ടിക്കളി അങ്ങനെയാണ്, അതായത് പല പല വിഷ്വൽസ് ചെയ്യും. നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ ആലുവയിലൊരു പിഞ്ചുകുട്ടിയെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു, ഇതൊക്കെ അവർ ഇതിലൂടെ പാടി അഭിനയിക്കുകയോ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും. ശരി. അപ്പൊ ഈ മാപ്പ് പറയൽ കറക്റ്റ്. മാപ്പു തരയണമേ ഇന്ന് ഈ സദസ്സിൽ ഇന്ന് ഞങ്ങൾക്ക് ഡബിളായിരുന്നു, വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറുമായി. ഇന്ന് ഞങ്ങൾക്ക് ഡബിളായിരുന്നു, വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറുമായി. ഓ എന്റെ, അപ്പൊ എല്ലാവരും മാപ്പ് കൊടുക്കുന്നത്. അപ്പൊ മറ്റവരൊക്കെ മാപ്പ് അങ്ങനെ. പോളച്ചനായിരുന്നു നമ്മളുടെ മെയിൻ. പുള്ളി നടന്ന് സൈക്കിൾ എടുത്ത്, ചിലപ്പോൾ ഞാൻ ഫ്രീ ആണ് ഞാൻ കൂടെ പോകും. ഞങ്ങൾ സൈക്കിളിൻ്റെ ഒക്കെ പോയി ചില അമ്പലങ്ങൾ കാണുമ്പോൾ ചോദിക്കും, നിർത്തിയിട്ട് ആദ്യം അവിടെ അന്വേഷിക്കും എന്നാണ് അവിടുത്തെ ഉത്സവം. അടുത്ത മാസം 16-ാം തീയതി എന്ന് പറയുമ്പോൾ നേരെ അവിടെ കമ്മിറ്റിനെ ചെന്ന് ആരെങ്കിലും പ്രസിഡന്റ് ആരെങ്കിലും കണ്ടിട്ട് പറയും ഇങ്ങനെ പരിപാടി ഉണ്ട്, നമ്മുടെ ഒരു പ്രോഗ്രാം വെക്കും. അങ്ങനെ അങ്ങോട്ട് ചോദിച്ചിട്ടാണ് പരിപാടി എടുക്കുന്നത്. അങ്ങനെ പരിപാടികളൊക്കെ ആയി സെറ്റായി ഏകദേശമൊക്കെ നമ്മളൊരു പ്രൊഫഷണലൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പോളച്ചൻ അന്ന് ഒരു പ്രോഗ്രാമിന്, അന്ന് ഞാനും ഉണ്ടായിരുന്നു, വിജു ഉണ്ടായിരുന്നു. പുള്ളി ഒറ്റയ്ക്ക് പോയി. അപ്പോൾ അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇത്തിരി പ്രൊഫഷണലാണ്. അവർ പറഞ്ഞ് എഗ്രിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് വേണം, നമുക്ക് വാക്കാൽ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പോരാ, നിങ്ങളൊന്നും വന്നില്ലെങ്കിൽ അഡ്വാൻസ് തരും, വേറെ ഒന്നും വേണ്ട, അഡ്വാൻസ് തരും. 3 രൂപയാണ് അതിനകത്ത്. 1 രൂപ നമ്മൾ അഡ്വാൻസ് തരുമെന്ന് പറഞ്ഞു. 3 രൂപ എന്ന് വെച്ചാൽ 300, അന്ന് 300-400 പോണത്. അങ്ങനെ പോളച്ചനോട് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറഞ്ഞു. എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ കമ്മിറ്റി എല്ലാവരും ഉണ്ട്. പോളച്ചനൊരു കുഴപ്പമുണ്ട്, കൈ ഭയങ്കര വേറെയിലാണ്. എഴുതാൻ പറഞ്ഞാൽ അപ്പോൾ വേറെ തുടങ്ങും, പ്രശ്നമാണ്. അങ്ങനെ അത് 100 രൂപയുടെ മുദ്ര പേപ്പറായിരുന്നു. പുള്ളി അന്ന് നിബിൻ്റെ പേനയുണ്ട്, 0 പേന, ഇതാ കൊടുത്തത്. ഇത് കൊടുത്തിട്ട് ഞാൻ കാണിച്ച് ആദ്യം പറഞ്ഞാൽ അങ്ങോട്ട് കീറി കളഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, അല്ല ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. സാറിന് ഒരു പേപ്പർ കൂടി മേടിക്കുന്നു പറഞ്ഞാൽ ആരാണ്ടും പോയി എവിടെ നിന്ന് അയാൾ 2 മേടിച്ചിട്ടും വന്നു. ആ 2 കീറി കുത്തി ഇങ്ങനെ കീറി പോവുകയാണ് പുള്ളി. അപ്പം ലാസ്റ്റ് ഇവര് പറഞ്ഞു ഇതെന്ത് ചെയ്ത്, അങ്ങനെ തമ്പ് 4ാമത് മേടിച്ചിട്ട് തമ്പ് വെച്ച്. അത് കഴിഞ്ഞ് പുള്ളി അഗ്രിമെന്റ് വായിക്കണം. ഇത്രാം തീയതി പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ആയതിനാൽ അതിൻ്റെ തുകയായ 3000 നേട്ടോ പോളച്ചൻ തലയിറങ്ങി വീണ്. 300 പ്രതീക്ഷിച്ചത്, ഇവർ 3 ഉദ്ദേശിച്ച 3000 രൂപ അഡ്വാൻസ്.
പോളച്ചൻ വീണ് പോളച്ചനവിടെ വീണുപോയി. പിന്നെ വെള്ളമൊക്കെ തളിച്ച് എഴുന്നേപ്പിച്ചിട്ടാണ് പോളച്ചൻ